പരിവാഹൻ സൈറ്റ് 4-ാം ദിവസവും പണിമുടക്കിയതോടെ സംസ്ഥാനത്തുടനീളം പുക പരിശോധനാ കേന്ദ്രങ്ങൾ നിശ്ചലമായിട്ടുണ്ട്. ഇതോടെ പരിശോധനാ കേന്ദ്രത്തിലെ ജീവനക്കാർക്കും ഉടമകൾക്കും തൊഴിൽ നഷ്ടവും അതുവഴി വരുമാന നഷ്ടവും നേരിടുകയാണ്. സംസ്ഥാനത്തുടനീളം ഒരു ദിവസം ശരാശരി 40,000-ഓളം വാഹനങ്ങളാണ് പുക പരിശോധനയ്ക്ക് വിധേയമാകുന്നത്. തകരാർ രൂക്ഷമായതോടെ നാമമാത്രമായ നിലയിലാണ് പരിശോധന നടക്കുന്നത്. പുക പരിശോധനാ സർട്ടിഫിക്കറ്റിന്റെ സാധുത കഴിഞ്ഞ വാഹന ഉടമകളിൽ നിന്നും പിഴ ഈടാക്കിയിരുന്നെങ്കിലും പ്രതിഷേധമുയർന്നതോടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇടപെട്ട് താൽക്കാലികമായി ഇത് നിർത്തിവെച്ചിട്ടുണ്ട്. നമുക്ക് പ്രതികരണമൊന്ന് കേൾക്കാം. നമ്മളൊരു വർക്ക് ചെയ്തു, അപ്പം അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കമ്പ്യൂട്ടറിൽ വന്ന് നോക്കുമ്പോൾ ആ ഫോട്ടോസ് അപ്ലോഡ് ആവില്ല. ഇപ്പോൾ 2407 പുകപരിശോധനാ സെന്ററുകൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരുപാട് ആളുകളുടെ ജീവിത മാർഗ്ഗമാണ്. ആർക്കും ഒന്നും പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ഇത് എവിടെയാണ് ഇത് പ്രശ്നം സംഭവിച്ചത്, എങ്ങനെയാണ് ഇത് ക്ലിയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പലർക്കും സെർവർ ഡൗൺ ആവണമെന്നല്ലാതെ ഒരു വ്യക്തമായ മറുപടി ഒരു ഭാഗത്തു നിന്നും കിട്ടിയിട്ടില്ല. ഏകദേശം 40,000-ഓളം വാഹനങ്ങൾ പെർ ഡേ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു 6 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് പരിശോധിച്ചാൽ കാണാം അതിന് പകുതി പോലും ടെസ്റ്റുകൾ നടക്കുന്നില്ല. AK അഭിലാഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. AK അഭിലാഷ്, എന്തായാലും ഇന്നലെയും ഇന്നും ഒന്നും ഈ പുക പരിശോധന നടക്കാനുള്ള സാധ്യത, ഇന്നലെ പുക പരിശോധന നടന്നില്ല, മെനഞ്ഞാലും പുക പരിശോധന നടന്നില്ല. അപ്പോൾ ഈ മോട്ടോർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? ഇന്നും നാളെയൊന്നും ഈ പുക പരിശോധന ഉണ്ടാവില്ലേ റോഡിൽ? 4 ദിവസമായിട്ട് പുക പരിശോധന തടസ്സപ്പെട്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് അഭിലാഷ്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഇത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഈ വാഹന പുക പരിശോധന നടക്കുന്നത് കേരളത്തിലാണ്. ഏതാണ്ട് 40,000-ഓളം വാഹനങ്ങൾ ഓരോ ദിവസവും ഇത്തരത്തിൽ പുക പരിശോധനയ്ക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 4 ദിവസമായി ഈ പരിവാഹൻ സൈറ്റ് ഡൗൺ ആയതോടുകൂടി തന്നെ വേണ്ട രീതിയിൽ പുക പരിശോധന സംവിധാനം കാര്യക്ഷമമല്ല എന്നാണ് ഇവർ പരാതിപ്പെടുന്നത്. ഏതാണ്ട് 15,000-ഓളം മാത്രമാണ് ഓരോ ദിവസവും ഇപ്പോൾ പുക പരിശോധന നടത്താൻ കഴിയുന്നത്. കാരണം അത് ഡേ ടൈമിലല്ല, അത് രാത്രി സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ പുക പരിശോധന നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും എത്തുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നത്. ഇതിൽ പ്രധാനമായും 2,407 പരിശോധനാ കേന്ദ്രങ്ങളാണ് കേരളത്തിലുള്ളത്. ഇതിൽ ഉടമകൾ, ജീവനക്കാരടക്കം നിരവധി ആളുകൾ ഇത് സംബന്ധിച്ച് ഉപജീവന മാർഗമായി കാണുകയും ചെയ്യുന്നുണ്ട്. ഇവരിൽ ഉപജീവന മാർഗം മുട്ടുന്നു എന്നുള്ളതാണ്. കാരണം അവരുടെ ജോലി നഷ്ടപ്പെടുന്നു, അതോടൊപ്പം തന്നെ അവർക്ക് വരുമാനം നിലയ്ക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇവർ പറയുകയും ചെയ്തത്. ഏതായാലും ഈ ഉടമകളുടെ ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി അവസാനിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് ഫൈൻ ഈടാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് വലിയ തരത്തിൽ പരാതിയായതോടു കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ഈ സംഘടനാ നേതാക്കളൊക്കെ കാണുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി 6 ദിവസത്തേക്ക് പിഴ ഒടുക്കേണ്ട അല്ലെങ്കിൽ പിഴ ഈടാക്കേണ്ട എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ഉപജീവന മാർഗം വഴിമുടക്കുന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് ലഭിക്കേണ്ടുന്ന വരുമാനം നിലയ്ക്കുന്നു എന്നതാണ്. കാരണം ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ അവർക്ക് പരിശോധനാ സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം. 80 രൂപ മുതൽ 120 രൂപ വരെ അവർക്ക് വരുമാനം ഓരോ വാഹനങ്ങൾ പരിശോധിക്കുമ്പോൾ കിട്ടിയിരുന്നു. പക്ഷേ അത് നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. പലരും ജീവനക്കാരെയൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരു സ്ഥാപനങ്ങൾ കൂടിയാണ്. അതാണ് ഇവർ പ്രധാനമായും ആശങ്കപ്പെടുന്നത്. പക്ഷേ വാഹന ഉടമകളെ സംബന്ധിച്ച് നേരത്തെ അവരുടെ പിഴ ഈടാക്കിയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് തന്നെ തൽക്കാലം പിഴ ഈടാക്കണ്ട എന്നുള്ളൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നും നാളെയൊക്കെ ഈ പുകയുള്ള വാഹനങ്ങളുമായിട്ട് ഇറങ്ങുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക എന്നുള്ളതല്ല, അവർക്ക് നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കണ്ടല്ലേ. പുകയുള്ള വാഹനങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇന്ന് പുക പരിശോധന ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ധൈര്യപൂർവ്വം ആ വാഹനം എടുത്തുകൊണ്ട് പുറത്തു വരും, അല്ലേ അഭിലാഷ്? അതുകൊണ്ട് പുക പരിശോധന ഇല്ല എന്നുള്ള കാര്യം നമ്മൾ അവരുടെ അടുത്ത് പറയുന്നില്ല, അത് രഹസ്യമായിട്ടിരിക്കട്ടെ, അല്ലേ?